അത് ആ ഒരു ലെവലിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ അതൊരു വേറെ ലെവൽ ഓഫ് മെച്യൂരിറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു ഇപ്പൊ സാധാരണ അതൊരു ലെവൽ ഓഫ് മെച്യൂരിറ്റി. അത് ആ ഒരു പോയിന്റ് എത്തിയവർക്ക് അത് അറിയത്തുള്ളൂ. അത് ഏജ് അതൊരു ഫാക്ടർ ആയിട്ട് കാരണം യു ക്യാൻ ബി 30 or 35 and still be dumb. മനസ്സിലായോ? അപ്പം 30 വയസ്സുള്ള പിള്ളേരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഏജിൽ നമുക്ക് ആ ഒരു മെച്യൂരിറ്റി ഫാക്ടർ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മളെക്കാളും ചിലപ്പം പ്രായം കുറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ ഇതിലും കൂടുതൽ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ പേഴ്സ്പെക്റ്റീവ് വേറെ ആയിരിക്കാം. മനസ്സിലായോ? അപ്പം ബട്ട് ഐ തിങ്ക് അവർക്കുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും എല്ലാം ബാലൻസ് ചെയ്യുന്ന മെച്യൂരിറ്റിയിലാന്ന് തോന്നുന്നു. മെച്യൂരിറ്റിയില്ല. കാരണം see when you reach a point in life, അപ്പം when you know നമ്മളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് ഞാൻ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തു, അതെൻ്റെ നിന്ന് പോയി. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പം എനിക്കതിൽ കൂടുതൽ നോളജാണ് വരുന്നത്. മനസ്സിലായോ? ഇപ്പൊ ചിലടത്ത് ഇപ്പൊ ചില ആൾക്കാർ ഒന്നും പറയാതെ അവർക്ക് അപ്പൊ ചിലര് കുറെ അറിവുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ അവരൊന്നും പറയത്തില്ല. എല്ലാവരും കൂട്ടിക്കെട്ടി വെച്ച് ഇങ്ങനെ ഇരിക്കും. എന്തിനാ? പക്ഷെ വളർച്ച അവിടെ അല്ല വരുന്നത്. ഗ്രോത്ത് വരുന്നത് ഒറ്റയ്ക്ക് അവനിരുന്ന് ഗ്രോ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ I don't think it might take too much time. Very long. In this year അല്ലെങ്കിൽ in this century 2024 നമുക്ക് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ എന്തങ്ങോട്ട് ഇടുന്നു അതേ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. അതൊരു സർക്കിളാണ്. അല്ല നമ്മളൊന്നും അങ്ങോട്ട് ഇടാതെ എനിക്കെല്ലാം ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു മൂലയ്ക്ക് ഇരിക്കാനേ പറ്റൂ. മനസ്സിലായി? അപ്പൊ അത് മനസ്സിലാക്കുന്നവർക്ക് അത് ചെയ്യാൻ പറ്റൂ. അപ്പൊ എന്നെ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ ബഹുമാനിക്കണമെന്ന് എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. But you can earn it. ശരിയാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ആ പ്രസന്ററിന്റെ പ്രശ്നമല്ല, ഇതാ കേട്ടോണ്ടിരുന്ന ആൾക്കാരുടെ പ്രശ്നമായിട്ടാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഞാൻ പറയുന്നത് വീഡിയോ എടുത്ത് വേറെ രീതിയിൽ പബ്ലിസിറ്റി ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നമാണ് അല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അവരവിടെ കേട്ടോണ്ടിരിക്കാൻ റെഡിയാണ്. അല്ല അങ്ങനെയല്ല സംഭവിച്ചേ. അങ്ങനെയല്ല സംഭവിച്ചേ. ഒരാൾ എണീറ്റ് നിന്ന് അയാളെ തെറി വിളിച്ചു. ഓക്കെ, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അത് കണ്ടോണ്ടിരിക്കുന്നവരുടെ പ്രശ്നമാണ് കംപ്ലീറ്റ്ലി 100%. എനിക്ക് തെറി വിളിച്ച പോയിന്റ് അറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവില് അയാൾ അവിടെ നിൽക്കുന്നത് ഇവരെ ആരും തെറി വിളിക്കാനൊന്നുമല്ല. അയാൾക്ക് ആർക്കും ഇവരെ തെറി വിളിച്ചിട്ട് 5 പൈസ കിട്ടാനുമില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും പുള്ളിനെ പേഴ്സണലി അറിയത്തില്ല, ഇയാൾക്ക് ഇവരെയും പേഴ്സണലി അറിയത്തില്ല. നൗ when we are going through the full energy through the topic, like inside through the topic, ആ പറയുന്ന സ്പീക്കറിന് അയാളുടെ മനസ്സിലുള്ള ട്രൂ എന്താ പറയാ ബിഹേവിയർ അല്ല, ആ ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യുന്നത് ഇറ്റ്സ് പോസിബിൾ ഓൺലി ത്രൂ ദ വേർഡ്സ്. എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതിൻ്റെ അത് വേറൊരു സംഭവമുണ്ട്, ഞാൻ പറയട്ടെ. നിങ്ങളിത് നോട്ട് ചെയ്തോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കായിരുന്നു. അതായത് നാട്ടിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, ബിഗ് ബോസ്. അതിൻ്റെ അകത്ത് ഞാൻ ഇന്നേ വരെ കുത്തിയിരുന്ന് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, എനിക്കറിയാവുന്ന കുറേ പേര് കാണുന്നുണ്ട്. അതായത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അത് കണ്ടു കഴിഞ്ഞ്, ഇത് എൻ്റെ മാത്രം പേഴ്സ്പെക്റ്റീവാണ്. വേറെ പലർക്കും ആ ഷോ ഇഷ്ടമായിരിക്കാം, ചിലർക്ക് അത് ഭയങ്കര താല്പര്യമുള്ളതായിരിക്കാം. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഞാൻ പറയുന്നത്, എനിക്കത് ഭയങ്കര മീനിങ്ലെസ് ആയിട്ടാണ് തോന്നുന്നത്. അതായത് കുറേ ആൾക്കാർ അവിടെ നിന്ന് ഡ്രാമ ഉണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി, അടിയുണ്ടാക്കി, വഴക്കുണ്ടാക്കി. ഇത് ടി വിയിൽ കാണിച്ച് ആൾക്കാരുടെ മൈൻഡിൽ ആ ഒരു നെഗറ്റിവിറ്റി ഇൻജെക്റ്റ് ചെയ്ത്, മനസ്സിലായോ? ഇതവർ പുറത്തുള്ള ഇതിൽ ഇടുക. അതും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇത്രയും നെഗറ്റിവിറ്റി ഇങ്ങനെ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ടി വിയിലും അതിൽ കൂടെ ഒക്കെ ഇങ്ങനെ കാണിച്ച്. ബിഗ് ബോസ് പല ഭാഷയിലുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവം ഇന്ത്യക്ക് പുറത്ത്
because people running successfully, people want drama, they want ഞാൻ എൻ്റെ negativity, അടുത്തൊരു they want problems. മനസ്സിലായി? പല ഭാഷയില് അതിലൊരു ആ ചോദ്യം ചോദിക്കട്ടെ? രാജ്യത്ത് മാത്രം പല ഭാഷയില് എല്ലാ മോസ്റ്റ് ഓഫ് ദ ഭാഷയിലും ഈ സെയിം സാധനം അടിച്ചിറക്കുക. ഓക്കെ, സെയിം കണ്ടന്റ് എല്ലാവർക്കും കൊടുക്കുക, സെയിം സാധനം. അതെന്ത് negativity അല്ല, ആണെന്ന് ഞാനിങ്ങനെ ഞാൻ എൻ്റെ അടുത്തൊരു പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന, അതായത് വേറൊരാളുടെ പ്രൈവസിയിലേക്ക് എത്തി നോക്കാനും Exactly. അതേപോലെ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാനും, അതെ. അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് TV ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആ എപ്പിസോഡ് വരുന്നവരെ ഇവരുടെ ലൈഫിൽ എന്തായിരിക്കും ഇനി നടന്നിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കാനും സംസാരിക്കാനും സമയം വേസ്റ്റ് ചെയ്യാനും ഉള്ള ടൈപ്പുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, ഞാൻ അതിൻ്റെ അകത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ? ഇപ്പം നീ ഈ പറയുന്ന ഒരു സംഭവത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഇപ്പം നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ലെവൽ ഓഫ് മച്യൂരിറ്റി കൊണ്ടാന്ന് പറയുന്നു, അല്ലേ? ഓക്കെ, കേരളത്തിൽ 40 മില്യൺ ആൾക്കാരുണ്ട്. അതിൽ എത്ര ശതമാനം ആൾക്കാർക്ക് ഈ ലെവൽ ഓഫ് മച്യൂരിറ്റി കാണും? അത് എല്ലാരും എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ബോധം ഉദിച്ച കാലം മുതൽ ഇന്ന് വരെ എൻ്റെ ലൈഫിൽ കണ്ടവരെ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഒരു ഇതില് ഒരു ഫുൾ ലിസ്റ്റ് എടുത്തിട്ട് ഒരു ഇത്ര ശതമാനം ചോദിക്കുവാണെങ്കിൽ ഐ വുഡ് സേ ആ ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റി ഉള്ള, എനിക്കറിയാവുന്ന, എനിക്ക് പേഴ്സണലി പരിചയമുള്ള ഒരു 10 to 12% ആൾക്കാരുണ്ടാവും. ഓക്കെ, അതില് ഒരു 8% ആൾക്കാർ വെരി സക്സസ്ഫുൾ ഇൻ ലൈഫാണ്. ഇതിട്ട് കഴിയുമ്പോൾ കമന്റിൽ ചോദ്യം വരും കേട്ടോ, ജസ്റ്റ് ഞാൻ ഏത് ശതമാനത്തില വെരി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, വെരി സക്സസ്ഫുൾ ഇൻ ദ സെൻസ് അവർക്ക് അതിനുള്ള ഡിസിപ്ലിൻ ഉണ്ട്. ലൈക്ക് അത് അവരുടെ ലൈഫിൽ കാണാൻ പറ്റും. പ്രോപ്പർ ഡിസിപ്ലിൻ ഉണ്ട്, പ്രോപ്പറായിട്ടൊരു ബിസിനസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു കരിയർ ഉണ്ട്. ലൈക്ക് എവറിത്തിങ് ഈസ് ഗോയിങ് വെരി വെൽ വിത്ത് ദെയർ ലൈഫ്. They are doing the best they can with their age. ഓക്കെ, ഇനി അവിടെ നിൽക്കട്ടെ. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇനി അവിടെ നിൽക്കട്ടെ. 15%, 20% കൂട്ടിക്കോ. 20% ആൾക്കാരുണ്ടെന്ന് വെക്ക് ഒരു സമൂഹത്തിൽ. ബാക്കി 80% ആൾക്കാർ ഈ മച്യൂരിറ്റി ഇല്ലാത്തവരാണ് എന്റെ ലൈഫിൽ ഞാൻ കണ്ടത്. ഓക്കെ, ഇത് ലോകത്തിന്റെ മൊത്തം ഒരു മെച്യൂരിറ്റി, ഫോർ എക്സാമ്പിൾ പേഴ്സണൽ ഡെവലപ്മെന്റ് അവിടെ ഒരു ഇത് വരുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോ പറഞ്ഞു നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടുള്ള, അപ്പം നിങ്ങളുടെ ലൈഫിൽ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടാവും? Let's say 1000 people, right? Let's say you met like 1000 to 2000 people, which is like 1% of the, less than 1% of the total population in Kerala. Exactly. So ആ സാമ്പിൾ സൈസ് വിട്. പക്ഷെ ലോകത്തില് ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു 10% ആൾക്കാരല്ലേ കാണത്തുള്ളൂ, റൈറ്റ്? അപ്പൊ ഇത് ആ സാമ്പിൾ സൈസ് വെച്ചിട്ട് നമുക്ക് ഈ സാമ്പിൾ സൈസ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ജനറലൈസ് ചെയ്തല്ല. നിങ്ങൾ വളരെ, ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേക്ക്. ജസ്വിന്റെ സാമ്പിൾ സൈസ് 1000-ഉം ലോകത്തിന്റെ മൊത്തം പോപ്പുലേഷനിൽ 10% ലോകത്തിന്റെ മൊത്തം പോപ്പുലേഷനെക്കാളും വലിയൊരു സാമ്പിൾ സൈസ് ഇല്ലല്ലോ ഇതിൽ. ആ സാമ്പിൾ സൈസിൽ 10% ആൾക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് പെർഫോമിംഗ് ആയിട്ട് ഉള്ളതെങ്കിൽ ആ 10% തന്നെയല്ലേ കേരളത്തിലും കാണത്തുള്ളൂ, റൈറ്റ്? മനസ്സിലായി? അത്രയും വലിയ സാമ്പിൾ സൈസ്, റൈറ്റ്? സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ്, അതായത് 90% ആൾക്കാരും ബിലോ ആവറേജ് മച്യൂരിറ്റിയിൽ പെർഫോം ചെയ്യുമ്പോൾ ഈ ചാനലുകാർ നമ്മുടെ മച്യൂരിറ്റിക്ക് വലിയൊരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് സക്സീഡ് ചെയ്യും. ഇനി ബാക്ക് ടു അനിൽ രാധാകൃഷ്ണൻ. But it's for someone. For the business people, they make money, right? For the majority of people out there, yeah, they make money out of them by putting out shows like these. Okay, ഇനി തിരിച്ച് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അനിൽ ബാലകൃഷ്ണൻ, ഇപ്പം നമ്മൾ പറഞ്ഞു ഇത് ആൾക്കാരുടെ ഈഗോനെ ഹെർട്ട് ചെയ്യുമ്പോൾ ആൾക്കാരുടെ പ്രശ്നമാണ്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഒരു ക്വാളിറ്റി ഉള്ള നല്ല പ്രസൻറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന റൂം റീഡ് ചെയ്ത്, കാരണം അയാളുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല, ആൾക്കാരെ ജീവിതത്തിൽ നല്ലത് ചെയ്യാൻ ഇൻസ്പയർ ചെയ്യാനാണ് അയാൾ അവിടെ വന്നേക്കുന്നത്. അപ്പം അതല്ലേ അയാളുടെ അൾട്ടിമേറ്റ് ഗോള്. അപ്പോൾ ഈ റൂം റീഡ് ചെയ്തിട്ട്
ഈ റൂമിനെ എങ്ങനെ ഈ മെസ്സേജ് ഡെലിവറി ചെയ്താലായിരിക്കും അവർ അറ്റ്മോസ്റ്റ് രീതിയിൽ ഇൻസ്പയർ ആവുന്നതെന്ന് ചിന്തിച്ചിട്ട് അതനുസരിച്ചുള്ള പ്രസൻറ്റേഷൻ ക്രാഫ്റ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി അയാളുടെ അല്ലേ? 100%. അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി അയാളുടേതാണ്. അതെ. പക്ഷെ അതിനകത്ത് ഉള്ളൊരു ചലഞ്ച് ഞാൻ നോട്ടീസ് ചെയ്തത്, ഒരു ആ റൂമിൽ എങ്ങനത്തെ റൂം ഞാൻ കണ്ടിട്ടില്ല, വീഡിയോ ഞാൻ ഫുൾ കണ്ടിട്ടില്ല. അവനെ ഒരു 300 പേരൊക്കെ 300 പേര് 300 പേരുണ്ടാവും. ഒരു 100 പേര് 300 പേര്. ഈ 300 പേരും ഒരേ ടൈപ്പ് അല്ലെങ്കിൽ ഒരേ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പറ്റാത്ത, ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരുന്നെങ്കിലോ, ലൈക്ക് പല പല ടൈപ്പ് ഓഫ് ആൾക്കാർ. അതിൽ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരിലും ആകെ ഒരാൾ മാത്രമല്ലേ എണീറ്റെന്ന് പറഞ്ഞോളൂ, ബാക്കി ആരും അങ്ങനെ എണീറ്റെന്ന് പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഇനി ഇതിന്റെ രീതിയിൽ എന്നാൽ ഒരു സ്റ്റെപ്പും കൂടി ബിഹൈൻഡ് പോവാം. യാ, ഇതൊരു ക്ലബ്ബിൽ വെച്ച് നടന്ന പരിപാടിയല്ലേ, ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, അങ്ങനെ ഒരു ക്ലബ്ബിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ക്ലബിൽ ഇത് ഓർഗനൈസ് ചെയ്തവർ വിളിച്ച അതിഥിയല്ലേ അനിൽ ബാലകൃഷ്ണൻ? ഒബ്വിയസ്ലി. ഇയാളുടെ വീഡിയോസ് കണ്ടിട്ടല്ലേ ഇയാൾ ഇങ്ങോട്ട് വിളിച്ചത്? ഇതാണ് ഇയാളുടെ സ്റ്റൈൽ എന്ന് അയാൾക്ക് അവർക്ക് ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരുന്നല്ലോ. അപ്പൊ ഇത് ടെക്നിക്കലി അവരുടെ ഉത്തരവാദിത്തം കൂടിയല്ലേ? സോ ദേ ബേസിക്കലി ഇൻവൈറ്റഡ് ഹിം നോയിങ് ദിസ് ഈസ് ഹു ഹി ഈസ്. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ എന്താണ് കുമാര പ്രശ്നം? അല്ല നമ്മളത് രണ്ടും അനലൈസ് ചെയ്യുമല്ലേ? എനിക്ക് ആ രണ്ട് സിറ്റുവേഷനും അറിയത്തില്ലായിരുന്നു. ഒരാളെ കാശ് കൊടുത്ത് വിളിച്ചു വരുത്തിയിട്ട് അവനവന്റെ പണി ചെയ്യാനല്ലേ അവിടെ നിൽക്കുന്നത്, അവന്റെ പണിയല്ലേ ചെയ്യുന്നത്. ശരിയാണ്. ഞാൻ ആ വീഡിയോ കുറച്ച് പാർട്ടേ ഞാൻ കണ്ടുള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് പുള്ളി പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ പറ്റി എന്തോ പറയുന്നത്, അതായത് ബിസിനസ്സുകാർ കസ്റ്റമേഴ്സിൻ്റെ പുറകെ തെണ്ടാൻ പാടില്ലെന്നോ അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു പുള്ളി ഇറക്കിയത്. അപ്പോൾ പുള്ളി പറഞ്ഞത് തെണ്ടികളാണോ ബിസിനസ്സുകാർ കസ്റ്റമേഴ്സിൻ്റെ പുറകെ പോകാൻ? പുള്ളി ചിലപ്പം അതൊരു ആ ഒരു ഫ്ലോയിലൊക്കെ ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം. പക്ഷേ തെണ്ടികളാണോ ബിസിനസ്സുകാര് കസ്റ്റമേഴ്സിന്റെ പുറകെ പോവാൻ എന്ന് അയാൾ പറഞ്ഞതിൽ ഒഫൻസീവായിട്ട് എനിക്ക് പേഴ്സണലി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം അതിന് മുന്നേ പറഞ്ഞ ഡയലോഗ് കൂടി ശ്രദ്ധിക്കണം. തെണ്ടികൾ ഇൻ ദ സെൻസ് ലൈക്ക് നമ്മൾ തെറി വിളിക്കുന്ന പോലെ പോടാ തെണ്ടി എന്നല്ല. ലൈക്ക് ഓരോ നമ്മളൊരു സാധനം മൈര ഇത് മറന്നുപോയി, മൈരേ ഇത് മറന്നുപോയി എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്, റൈറ്റ്? സോ കസ്റ്റമേഴ്സിന്റെ പുറകെ തെണ്ടാൻ പാടില്ല, ആ തെണ്ടല് വേറെ. കസ്റ്റമേഴ്സിന്റെ പുറകെ തെണ്ടാൻ തെണ്ടികളാണോ നിങ്ങൾ? തെണ്ടികളാരാ? തെണ്ടി തിരിഞ്ഞു നടക്കുന്നവര്, ഒരു ദിശയില്ലാതെ തെണ്ടി തിരിഞ്ഞു നടക്കുന്ന ആൾക്കാർ. കസ്റ്റമേഴ്സിന്റെ പുറകെ തെണ്ടാൻ പാടില്ല. കസ്റ്റമേഴ്സിന്റെ പുറകെ തെണ്ടി നടക്കാൻ തെണ്ടികളാണോ നിങ്ങൾ? ഓക്കെ, പക്ഷെ അവിടെ വേറെ ഒരു ഡിഫറൻസ് കൂടി ഉണ്ട്. ഓക്കെ, പക്ഷേ ജസ്വിൻ പറഞ്ഞാൽ ഡിഫറൻസ് എന്തായിരുന്നു ആ മയിലും മറ്റേ മയിലും തമ്മിൽ? ടോൺ ആരാ കൺട്രോൾ ചെയ്യുന്നത്? അത് പല ആൾക്കാരും പല രീതിയിൽ വേണമെങ്കിൽ അത് എടുക്കാം. ഇപ്പൊ നേരത്തെ സ്പെൻസർ പറഞ്ഞ 100 പേരിൽ ഒരാളാണ് എണീറ്റത്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്കാർ കൂടി. അപ്പം വിച്ച് മീൻസ് ഈവൻ അതേഴ്സ് വാണ്ടഡ് ടു സേ ദ സെയിം തിങ്. അതായത് പുള്ളി എണീറ്റ് എന്ന് പറഞ്ഞപ്പം എല്ലാവരും കൂടെ ജോയിൻ ചെയ്തു. പക്ഷേ ഇവൻച്വലി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അറിയായിരുന്നല്ലോ ഇയാളുടെ ഒരു വേ ഓഫ് പ്രസൻറ്റിങ്ങും സ്റ്റൈലും ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് എന്തായാലും ഒരു എക്സ്പെക്റ്റ് ചെയ്ത് കാണുമല്ലോ. വാട്ട് ഇഫ് ഇറ്റ് വാസ് ഓൾ പ്ലാൻഡ്? കോൺസ്പിറസി തിയറി. കാരണം ഈ ഒരു സംഭവം വന്നതിന് ശേഷം പുള്ളി കുറച്ച് നാൾ എയറിലായിരുന്നു, ഒതുങ്ങി. ന്യൂസ് ചാനലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ആൾക്കാർ കുറെ കൂടെ അറിയാൻ തുടങ്ങി. പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഇതായിരിക്കും. കാരണം നമ്മൾ ജീവിക്കുന്ന കാലം അങ്ങനത്തെ ഒരു കാലമാണ്. ദാറ്റ്സ് സോ ട്രൂ. ഐ മീൻ എനിക്ക് ആൻഡ്രൂ ടേറ്റിനെ പിടിച്ച് ജയിലിലിട്ടതും ഇതുപോലെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളിയായിട്ട് പ്ലാൻ ചെയ്ത് പുള്ളിക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി പുള്ളി തന്നെ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് വി അക്സെപ്റ്റ് ദ റിയാലിറ്റി വിത്ത് വാട്ട് വി ആർ പ്രസന്റഡ്. നമ്മളെ കാണിക്കുന്നതാണ് നമുക്ക് റിയാലിറ്റി, അതിൻ്റെ അപ്പുറം നമുക്ക് റിയാലിറ്റി അല്ല, അത് വേറെന്തോ സംഭവമാണ്. ഞാൻ പറയട്ടെ, ഈ ഒരു ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞൊരു സംഭവത്തിൽ ഒരു സിമിലാരിറ്റി എനിക്ക് തോന്നിയോണ്ട് ഞാൻ പറയാം. സോ വി ടോക്ക്ഡ് അബൌട്ട്
നമ്മൾ ആ സംസാരിച്ച ആ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഇയാളുടെ ആ ഒരു ഇതിലേക്കും പിന്നെ ആൻഡ്രൂ ടേറ്റിൻ്റെ അതിലേക്കും പോയപ്പോൾ എനിക്കൊരു സിമിലാരിറ്റി തോന്നി. ഫോർ എക്സാമ്പിൾ, ടി വിയിലൊരു ഷോ ആയിട്ട് കാണിക്കുന്ന ഒരു സാധനം ആൾക്കാർ അത് അവരുടെ ടൈമിലേക്ക് എടുക്കുക, റൈറ്റ്? അവരുടെ പേഴ്സണൽ ടൈമിലേക്ക് അത് സംസാരിക്കാൻ വേണ്ടി, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക ടി വിയിലൊരു ഷോ ആയിട്ട് വരുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ പേഴ്സണൽ ടൈമിൽ നിന്ന് ടൈം മാറ്റി വെച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി, അതിനെക്കുറിച്ച് ചുമ്മാ സംസാരിക്കാൻ വേണ്ടി, പൊങ്ങച്ചം പറയാൻ വേണ്ടി ടൈം മാറ്റി വയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ദേ ഡോണ്ട് മേക്ക് എനിത്തിങ് ഡൂയിങ് ദാറ്റ്. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് എ കൊമേഴ്ഷ്യൽ ഷോ മേക്കിംഗ് മണി വൈൽ വി വാച്ചിങ്, സ്റ്റിൽ ടോക്കിംഗ് അബൌട്ട് എല്ലാ കൊമേഴ്ഷ്യൽ ഷോസും. ലൈക്ക് ഇങ്ങനെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അതെനിക്ക് ഇപ്പോഴും സെൻസ് ചെയ്യാറില്ല. ഭയങ്കര ഓരോ ഷോയ്ക്ക് ഈ പറഞ്ഞ ബിഗ് ബോസിന് ഫാൻസ് ഇഷ്ടംമാരുണ്ട്. അവർ ഈ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി വരെ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും, ഇതിൻ്റെ എപ്പിസോഡ് തീരുന്നവരെ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. റൈറ്റ്? ദേ ആർ ഇൻറ്റൻറ്റഡ്, ഐ മീൻ ദീസ് ഷോസ് ആർ ഇൻറ്റൻറ്റഡ് ടു മേക്ക് അസ് ദിസ് അഡിക്ഷൻ. നമ്മൾ ഇത്ര അഡിക്റ്റീവ് ആക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനം. ബട്ട് സി, അത് നമുക്കുണ്ടല്ലോ എല്ലാ കാലഘട്ടത്തിലും കൾച്ചറലി ആണെങ്കിലും അല്ലാണ്ടാണെങ്കിലും, ഇപ്പോൾ കൾച്ചറലി അല്ലാണ്ടാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ടോപ്പിക് എല്ലാ കാലത്തും അങ്ങനെ അവരെ എൻഗേജ് ചെയ്തിരുന്നു. വേറൊരു ഡിഫറൻസ് കൂടെ ഉണ്ട്, ഞാൻ പറയട്ടെ. ഇപ്പൊ നാട്ടിലെ സീരീസ്, ഞാൻ ആ സമയത്തെ കുറിച്ച് സംസാരിച്ചത്. എന്റർടൈൻ ചെയ്യുന്നത് ഓക്കെ, അത് വേണം, പക്ഷെ എന്റർടൈൻമെന്റ് കഴിയുമ്പോൾ എന്റർടൈൻമെന്റ് തീരണം. അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പണ്ടത്തെ നാളത്ത് ഷേക്സ്പിയറിന്റെ ഒരു ഡ്രാമ കണ്ടിട്ട് രാത്രി വീട്ടിൽ പോകുമ്പോഴും പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴും ആ കണ്ട ഡ്രാമേനെ പറ്റി ചർച്ച ചെയ്യുന്ന സമൂഹവും ഉണ്ടായിരുന്നു. ഷേക്സ്പിയറിൻ്റെ ഡ്രാമയാണ് ഇന്നത്തെ സിനിമ, അത്രേ ഉള്ളൂ. അതായത് ആ മാധ്യമം മാറി, ആ കല മാറി എന്നല്ലാണ്ട് ഇതൊക്കെ എന്താ പറഞ്ഞത്, ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ, അതായത് ഇപ്പോൾ സോക്കറിനെ പറ്റി വർത്തമാനം പറയുന്നത് എഗെയിൻ അതും ഒരു സംഭവമാണ്, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന സംഭവമാണ്. ഇതിങ്ങനെ പണ്ട് ആൾക്കാർ എന്താ പറഞ്ഞത്, പണ്ട് മറ്റേ ഗ്ലാഡിയേറ്റർ സിനിമേനെ കാണുന്ന പോലെ എന്താ പറഞ്ഞത് വാൾ വെച്ചിട്ടുള്ള വാൾ ഫൈറ്റും കാര്യങ്ങളും, ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ എന്നും അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇൻസ്റ്റഗ്രാം റിയൽ ആവുന്നു, അതുപോലെ തന്നെ പല കാര്യങ്ങളാവുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ നാട്ടിലെ സീരിയലിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ സീരിയലിൻ്റെ അകത്ത് ഇപ്പം ഒരിടയ്ക്ക് വെച്ച് എനിക്ക് 2007-8 ആ ഒരു പീരീഡ് തൊട്ടൊരു എനിക്കൊന്ന് ഇപ്പം കുറേ കൂടെ ഒരുപാട് മാറി വരുന്നുണ്ട്. പക്ഷെ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് നെഗറ്റിവിറ്റി ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു സീരിയലിൽ. അപ്പം ഈ ഡെയിലി ഇത് കണ്ട് അവരുടെ മൈൻഡിൽ അത് കയറി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം വീട്ടിൽ എന്തുവാ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഓരോ കള്ളത്തരങ്ങൾ കാണിക്കുന്ന വീഡിയോ വയ്ക്കുന്ന, നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന ഇപ്പോൾ ചിലരത് ഡെയിലി കൺസ്യൂം ചെയ്യുമ്പോൾ അവരുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് എന്തായി, അവർ പ്രശ്നം ഇതാക്കിയോ. പക്ഷേ അങ്ങനത്തെ പരിപാടികൾ തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, നല്ലതാണ്, എല്ലാം വേണം. കാരണം ഫോർ എക്സാമ്പിൾ ഡിഫറൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കാണുന്നത് എങ്ങനെയാണ്. ഓക്കെ, ഇപ്പൊ ഇങ്ങനത്തെ സീരിയലുകൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇതേപോലെ ആൾക്കാരെ പിടിച്ച് ഇരുത്തുന്ന ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലൈക്ക് അവരൊരു റിട്ടയർമെന്റിന്റെ സമയത്തൊക്കെ വേറെ ഒരു പണിയും ചെയ്യാനില്ലാണ്ടിരിക്കുമ്പോൾ ടൈം പാസ് വേണ്ടി ചെയ്യുന്ന ഒരു സംഭവം. നമുക്ക് ടൈം ഇല്ല. അതിനകത്ത് സംഭവം ഞാൻ പറഞ്ഞിട്ടെ, പണ്ട് കാലത്ത് നിനക്ക് ഫ്രഷ് ഫാമിൽ നിന്ന് നല്ല ഭക്ഷണം കഴിക്കാമായിരുന്നു. ഇപ്പം നമുക്ക് കിട്ടുന്ന, നമ്മൾ മേടിക്കുന്ന കടകൾ, വാൾമാർട്ട് പോലത്തുള്ള ബിഗ് ബോക്സ് സ്റ്റോർസിൽ കുറേ കൂടി പ്രിസർവേറ്റീവ് ആയിട്ടുള്ള ഷെൽഫ് ലൈഫ് കൂട്ടാൻ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഭക്ഷണങ്ങൾ നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ ഫുഡ് നൈസായിട്ട് ഇങ്ങനെ പതുക്കെ എന്താ പറയുക, ഇങ്ങനെ ഒരു രീതിയിൽ ഫാസ്റ്റ് ഫുഡായി, അങ്ങനെ നമ്മുടെ ആ ഫുഡ് എന്നുള്ള സംഭവം പതുക്കെ ഇതായി തുടങ്ങി, ടോക്സിക് അല്ല, മോശമായി തുടങ്ങി. ആൾക്കാർക്ക് തടി കൂടുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവുന്നു, അല്ലേ? അതേപോലെ തന്നെ തലച്ചോറിനുള്ള ഫുഡാണല്ലോ ഈ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിലും ഇതേപോലെ തന്നെ എന്താ പറഞ്ഞേ, ഈ ഫാസ്റ്റ് ഫുഡിൽ സംഭവിക്കുന്ന പോലെ തന്നെ അഡൾട്രേഷൻ എന്നൊക്കെ പറയുന്ന പോലത്തെ
മെല്ലെ മെല്ലെ സംഭവിക്കുന്നു. കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ അപ്പൊ നമ്മുടെ തലച്ചോറ് ഇങ്ങനെ ഫാറ്റ് ആയിട്ടിരിക്കുന്നത്, ഒബീസ് ശരീരം കൊണ്ട് നമുക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ നമ്മുടെ തലച്ചോറും ഇതുപോലത്തെ ക്രൗഡഡ് ആയ ഡേയ്സ് ഫാറ്റ് ആയിട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. സോ നമ്മളിപ്പോ ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫിക്സ് ചെയ്യും. നമുക്ക് നമ്മളെ തന്നെ ഒരു കാര്യം, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു കാര്യം പറയുമ്പോൾ